ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോ നമുക്ക് വീക്കെൻഡ് ആയിട്ടുണ്ട്, പക്ഷെ ഇപ്രാവശ്യം ഞാൻ തൃശ്ശൂർ പോയിട്ടില്ല. അതിനൊരു റീസൺ ഉണ്ട് കേട്ടോ. നമ്മള് കുറച്ച് ദിവസം ഇനി ജോലിയിൽ നിന്നൊക്കെ ബ്രേക്ക് എടുത്ത് തൃശ്ശൂർ ഒരു 1-1.5 മാസമൊക്കെ നിൽക്കാനായിട്ട് പോകുന്നുണ്ട്. അപ്പൊ അടുത്ത ആഴ്ചയാണ് നമ്മൾ പോകുന്നത്. സോ ഞാൻ വിചാരിച്ചു ഈ ആഴ്ച അതുകൊണ്ട് നമുക്ക് തൃശ്ശൂർ പോകണ്ടല്ലോ എന്ന്. അപ്പോൾ അടുത്ത ആഴ്ചയാണ് നമ്മൾ തൃശ്ശൂർ പോകുന്നു. പിന്നെ കുറേ ദിവസം നമ്മൾ അവിടെ നിന്നിട്ടൊക്കെ കേട്ടോ പിന്നെ ജോലിക്ക് വേണ്ടിയിട്ട് തിരിച്ചു വരുന്നത്. അപ്പോൾ നമുക്ക് ഇന്ന് ഒരു സാധാരണ ഡേ ഇൻ മൈ ലൈഫാണ്. സാധാരണ ഡേ ഇൻ മൈ ലൈഫാണെങ്കിൽ നമുക്ക് ചെയ്യാനായിട്ട് കുറച്ചധികം കാര്യങ്ങൾ തന്നെയുണ്ട്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഗീവ് അവേ വിന്നറിന് വേണ്ടിയിട്ടുള്ള ആ ഒരു ബോക്സ് ഉണ്ടല്ലോ, നമുക്കത് കൊറിയർ ചെയ്യാനായിട്ടുണ്ട്. അതുപോലെ തന്നെ പുറത്ത് പോവേണ്ട ഒരു ആവശ്യമുണ്ട്. അങ്ങനത്തെ കുറച്ച് കുട്ടി കുട്ടി കാര്യങ്ങൾ ഞാൻ എല്ലാ വീഡിയോയിലും ശ്രദ്ധിക്കുമ്പോൾ എൻ്റെ ഇൻട്രോ ഭയങ്കരമായിട്ട് നീണ്ടു പോകുന്ന പോലെ തോന്നുന്നുണ്ട്. അതുകൊണ്ട് കൂടുതൽ ഇൻട്രോ പറഞ്ഞ് ഞാൻ വെറുപ്പിക്കുന്നില്ല. ഞാനിപ്പോൾ ടെറസിലാട്ടോ നിൽക്കുന്നത്. താഴെ ഇറങ്ങുമ്പോഴത്തേക്ക് നമ്മൾ നട്ട കുറേ ചെടികളില്ലേ, ആ ചെടിയിൽ ഒരു ചെടിയിൽ മൊട്ടൊക്കെ വന്ന് നിൽക്കുന്നുണ്ട്. ഒരു വയലറ്റ് കളർ പൂ പൂക്കുന്ന ഒരു അടിപൊളി പൂവുണ്ട്, അതിന്റെ മൊട്ടൊക്കെ വന്ന് നിൽക്കുന്നുണ്ട്. അതൊക്കെ കണ്ടതിന് ശേഷം നമുക്ക് താഴോട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് പോകാം. സോ ലെറ്റ്സ് ബിഗിൻ. ഞാൻ ഈ ചെടി കൊണ്ട് വെച്ചപ്പം ഒരു പ്രതീക്ഷയില്ലാണ്ട് കൊണ്ടുവച്ചൊരു ചെടിയാട്ടോ. കാരണം ഇത് ഞാൻ പിച്ചെടുത്ത സമയത്ത് ചെറിയ രീതിക്ക് റൂട്ട് അടന്നു പോവേണ്ടായിരുന്നു. എന്നാലും കൊണ്ട് നട്ടുവെച്ചു. പക്ഷെ ഇതേ കണ്ടില്ലേ, പൂ പൂക്കാനായിട്ട് അത് റെഡി ആയിട്ട് നിൽക്കുകയാണ് മൊട്ടൊക്കെ ആയിട്ട്. അപ്പൊ ഈ പൂ പൂക്കുന്നത് മിക്കവാറും ഈ ആഴ്ച തന്നെ പൂക്കും. അതുകൊണ്ട് ഈ പൂവ് ഞാൻ കാണിച്ചു തരട്ടെ. നല്ല ഭംഗിയുള്ളൊരു പൂവാട്ട്. അപ്പൊ അത്രയൊക്കെയുള്ളൂ നമ്മുടെ ചെടിയുടെ വിശേഷങ്ങൾ. ബാക്കി ചെടിയൊക്കെ നോർമലി തന്നെയാണ് നിൽക്കുന്നത്. ചെറിയ ചെറിയ മാറ്റങ്ങളേ ഉള്ളൂ. അതുകൊണ്ട് വലിയ വലിയ മാറ്റങ്ങൾ വരുമ്പോഴത്തേക്കും ആ ചെടികളുടെ വിശേഷങ്ങളെ കാണിച്ചു തരാം. അപ്പൊ നമുക്ക് ആദ്യം തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് പോവാം. എന്നിട്ട് നമ്മൾ ഓരോ പരിപാടികളായിട്ട് ചെയ്യാം. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു കഴിഞ്ഞു. കുറച്ച് ദിവസമായിട്ട് വാഷിംഗ് മെഷീൻ പണി മുടക്കിയിരിക്കുക. അതുകൊണ്ട് തന്നെ ഒരാഴ്ചത്തെ തുണി നമുക്ക് കഴുകാനുണ്ട്. അതൊന്ന് സോപ്പിൽ കുതിർത്ത് വെച്ചിട്ട് നമുക്ക് ഗീവ് അവേ വിന്നറിന്റെ ആ ഒരു ബോക്സ് ഉണ്ടല്ലോ, അത് കൊറിയർ ചെയ്യാൻ പോയിട്ട് വരാം. അത് കഴിഞ്ഞിട്ട് അസുർ എന്ന് പറയുന്ന ഒരു സീരീസ് ഞാൻ ഓൾറെഡി ഹോട്ട്സ്റ്റാറിൽ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ ഒരു എപ്പിസോഡ് മാത്രം കണ്ടു. ഒരു എപ്പിസോഡ് കണ്ടപ്പോൾ നല്ല രസമുണ്ട്. അതുകൊണ്ട് അതിന്റെ ബാക്കി എപ്പിസോഡ് കൂടെ കാണാനായിട്ട് പോവാണ്. അതുവരെ ആയിരിക്കും ഉച്ചവരെയുള്ള പരിപാടി. ഉച്ചയ്ക്ക് നമ്മൾ പിന്നെ ലഞ്ചൊക്കെ കഴിച്ചിട്ടായിരിക്കും അടുത്തൊരു ആവശ്യത്തിന് വേണ്ടിയിട്ട് പുറത്തു പോകുന്നത്. സോ നമുക്ക് വേഗം തന്നെ തുണി ഒന്ന് സർഫിൽ കുതിർത്ത് വെക്കാം. ഓക്കെ, കമോൺ. അങ്ങനെ തുണിയെല്ലാം നമ്മൾ കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഗിവ് അവേ വിന്നറിൻ്റെ ആ ഒരു ഗിഫ്റ്റ് ബോക്സ് ഉണ്ടല്ലോ, അത് ഇന്നലെ തന്നെ ഞാനിത് പാക്ക് ചെയ്ത് ഓൾറെഡി വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഇവിടെ അടുത്തുള്ള ഒരു പോസ്റ്റ് ഓഫീസിൽ പോയി കൊറിയർ ചെയ്തിട്ട് വരാം. അപ്പോൾ അതിനാണ് ഞാൻ ഈ റെഡി ആയിട്ട് നിൽക്കുന്നത്. നല്ല ചൂടാട്ടോ. ഞാൻ മൈക്കില്ലാത്തത് കൊണ്ട് ഫാൻ പോലും ഇടാണ്ടാണ് സംസാരിക്കുന്നത്. അതുകൊണ്ട് നല്ല രീതിക്ക് വേർക്കുന്നുണ്ട്. അപ്പം നമുക്ക് വേഗം തന്നെ ഇത് പോയി കൊറിയർ ചെയ്തിട്ട് സീരീസ് കാണാം. ഇങ്ങനെ കൊറിയർ എല്ലാം പാക്ക് ചെയ്ത് വിട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ സീരീസിലെ 2 എപ്പിസോഡ് കൂടെ ഞാൻ കണ്ടു. ഇനി നമുക്കൊന്ന് തിരുവനന്തപുരം വരെ പോവേണ്ട ഒരു അത്യാവശ്യ കാര്യമുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് റെഡി ആവാനായിട്ട് പോവാണ്. നമുക്കപ്പോൾ മേക്കപ്പ് ഇടുന്നതിൻ്റെ ഒരു ചെറിയൊരു ക്ലിപ്പിങ്ങും കാര്യങ്ങളൊക്കെ കാണാം. അപ്പം നമുക്ക് മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാം. മേക്കപ്പിന് മുന്നേ തന്നെ ഞാൻ ഓൾറെഡി മോയ്സ്ചറൈസറും അതുപോലെ തന്നെ സൺസ്ക്രീനും ഇട്ടിട്ടുണ്ട്. അത് ഞാൻ എല്ലാ വീഡിയോയിലും കാണിക്കാൻ വയ്യാത്തത് കൊണ്ടാട്ടോ കാണിക്കാത്ത. 2 ഡോട്ട് ആൻഡ് കീയുടെ സംഭവങ്ങളാണ്. ഇനി ഞാൻ ചെയ്യാനായിട്ട് പോകുന്നത് ഫൗണ്ടേഷനും കോമ്പാക്ട് പൗഡറൊന്നും എൻ്റെ ഈ ഒരു ഫേസിനും സ്കിന്നിനും പറ്റത്തില്ല. അതുകൊണ്ട് ഞാനത് സ്കിപ്പ് ചെയ്തിട്ട് പൗഡറാട്ടോ ഇടാനായിട്ട് പോകുന്നത്. പൗഡർ എന്ന് പറയുന്നത് യാഡ്ലിയുടെ പൗഡറാണ്. ഇതാണ് ഞാൻ ആദ്യമായിട്ടൊന്ന് കോമ്പാക്ട് ചെയ്ത് വെക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് ഇതിൽ സ്റ്റാർട്ട് ചെയ്യാം. ഞാനിപ്പോൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് ഫ്രണ്ട് ക്യാമറയിലാണ്. അപ്പോൾ അതിൻ്റെ ഒരു ക്ലാരിറ്റി കുറവ് വീഡിയോയ്ക്ക് കാണും. ഇനി നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്, എനിക്ക് നല്ല രീതിക്ക് ഡാർക്ക് സർക്കിളുണ്ട്, നല്ല രീതിക്കുണ്ട്. അപ്പോൾ ഞാനത് മറയ്ക്കാനായിട്ട് യൂസ് ചെയ്യുന്നത് ഞാൻ മുന്നേ വാങ്ങിച്ചിട്ടുള്ളൊരു ഐ ഷാഡോ പാലറ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൽ ഈ ഒരു സംഭവം ഞാൻ കളർ കറക്റ്ററായിട്ട് യൂസ് ചെയ്യാറുണ്ട്. ഇത് ആക്ച്വലി അതൊരു ഐ ഷാഡോ ആണ്, പക്ഷേ ഞാനത് കളർ കറക്റ്ററായിട്ടാണ് യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ നമ്മുടെ ഡാർക്ക് സർക്കിൾ കുറച്ച് കുറഞ്ഞതായിട്ട് തോന്നും. വലിയ മാറ്റമൊന്നും കാണത്തില്ല, എന്നാലും കുറച്ച് കുറഞ്ഞതുപോലെ തോന്നും. ഇനി നമുക്ക് ഐബ്രോസിന് ഇടയിൽ ചെറിയ ചെറിയ ഗ്യാപ്പുകളുണ്ട്, ആ ഗ്യാപ്പുകൾ ഫില്ല് ചെയ്യാം.
അതിന് വേണ്ടിയിട്ട് ഞാൻ ഇത് ഇങ്ങനത്തെ ഒരു ബ്രഷാട്ടോ എടുക്കുന്നത്. ഇത് വെച്ച് ഫില്ല് ചെയ്യുമ്പം പക്കയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. സോ നമുക്ക് ഫില്ല് ചെയ്യാനായിട്ട് തുടങ്ങാം. അതും ഞാൻ ബ്ലാക്ക് കളർ ഐ ഷാഡോ വെച്ചാട്ടോ ഫില്ല് ചെയ്യുന്നത്. ആദ്യം ചെയ്യേണ്ട കാര്യം, ഞാനൊരു വേറൊരു യൂട്യൂബ് വീഡിയോയിൽ പഠിച്ചതാണ്, പക്ഷേ എനിക്കത് കറക്റ്റായിട്ട് ഇതുവരെ വന്നിട്ടില്ല. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഈ പെൻസിലല്ലല്ലോ, ഈ ബ്രഷ് യൂസ് ചെയ്തിട്ട് നമ്മൾ താഴെ ഈ ഐബ്രോയുടെ താഴെ ഒരു ലൈൻ വരച്ചു കൊടുക്കണം. ആ ലൈനിനെ പിന്നെ നമ്മൾ സ്മഡ്ജ് ചെയ്താണ് ചെയ്യാനുള്ളത്. പ്രാക്ടീസിലൂടെ മാത്രമേ അത് ശരിയായി വരൂ. ഞാനിപ്പോൾ ഒരു ബിഗിനറാണ്, അതുകൊണ്ട് എന്നെങ്കിലും ശരിയായി വരും. ഓക്കെ, കണ്ടോ ഡിഫറൻസ് കണ്ടോ? ഇതിൽ കുറച്ചുകൂടെ ബ്ലാക്ക് കളർ കിട്ടി. ഇവിടെ ആണെങ്കിൽ ഒരു ഗ്യാപ്പ് ഫില്ലിംഗ് ഉണ്ടല്ലോ. എൻ്റെ ഐബ്രോയ്ക്ക് ഓൾറെഡി കുറച്ച് കട്ടിയുണ്ട്. ആ കട്ടിയിൽ ഇടയ്ക്കിടയ്ക്ക് ചെറിയ ഗ്യാപ്പുണ്ട്. ആ ഗ്യാപ്പ് മാത്രമേ ഞാൻ ഫില്ല് ചെയ്ത് കൊടുക്കുന്നുള്ളൂ. നമുക്ക് രണ്ടാമത്തെയും കൂടെ ചെയ്യാം. ഓക്കെ, കുഴപ്പമില്ലാന്ന് തോന്നുന്നു. ഇനി ഇങ്ങനത്തെ ഒരു ബ്രഷാട്ടോ എടുക്കുന്നത്. ഈ ഇടയായിട്ട് എനിക്ക് ഐ ഷാഡോ ഒരു ക്രേസായിട്ട് വന്നിട്ടുണ്ട്. അതും ഗ്ലിറ്ററിങ് വരുന്ന ഐ ഷാഡോ കുറച്ചേ ഞാൻ ഇടാറുള്ളൂ, പക്ഷേ എനിക്കത് വേണം. അതുകൊണ്ട് ഞാൻ ഈ പാലറ്റിൽ അതേ ഈ ഇരിക്കുന്നതില്ലേ, ഇതെന്ന് വെച്ചാൽ ഇട്ടു, ഇട്ടില്ലേ ഇട്ടില്ല, അങ്ങനെ ഒരു സംഭവം. പിന്നെ ചെറിയൊരു ഗ്ലിറ്ററിങ്ങും തരും. അപ്പോൾ അതാട്ടോ ഞാൻ ഇന്നിടാനായിട്ട് പോകുന്നത്. ചിലപ്പം ക്യാമറയിൽ അറിയാൻ പറ്റുന്നില്ല, സംഭവം അവിടെ ഉണ്ട്, ചെറിയൊരു ഗ്ലിറ്ററിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഐലൈനർ ഇടാം. ഈ ഒരു ഐലൈനർ ആട്ടോ ഇടാനായിട്ട് പോകുന്നത്. ഇത് എന്തോ ഒരു സാധനം വാങ്ങിച്ചപ്പോൾ ഫ്രീ കിട്ടിയതാണ്. അതുകൊണ്ട് ഇത് സംഭവം എങ്ങനെ ഉണ്ടെന്ന് നോക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇന്ന് തന്നെ ഇതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ശരിയായോ എന്ന് ചോദിച്ചാൽ ശരിയായില്ലല്ലേ. ഞാൻ 7ാം ക്ലാസ്സോ 6ാം ക്ലാസ്സോ തൊട്ട് ഐലൈനർ എഴുതാൻ തുടങ്ങിയതാണ്. സ്റ്റിൽ ഇപ്പോഴും ഞാൻ അതിൽ മെച്ചപ്പെട്ടിട്ടില്ല എന്നതാണ് സത്യം. ഇനി ഇതേപോലെയെങ്കിലും ഇപ്പുറത്താക്കി എടുക്കണം, അതാണൊരു ടാസ്ക്. ഓക്കെ, ഇനി നമുക്ക് മസ്കാര ഇടാം. ഇത് മമ എർത്തിൻ്റെ ഒരു മസ്കാര ആട്ടോ, വൈറ്റമിൻ ഇ വരുന്ന. പക്ഷേ ഞാൻ ഇത്രയും ദിവസം യൂസ് ചെയ്തിട്ടുള്ള മസ്കാരയിൽ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു മസ്കാരയാണ്. നല്ലൊരു എന്താ പറയുക, നമ്മൾ പീലികളെല്ലാം ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കുന്നുണ്ട്. നല്ല അടിപൊളി സാധനമാണ്. അതിന് നമ്മൾ ലിപ്സ്റ്റിക് ആട്ടോ ഇടാനായിട്ട് പോകുന്നത്. ഞാൻ പുതിയത് വാങ്ങിച്ചതാണ്, എൻ്റെ ഇഷ്ടപ്പെട്ട ഷെയ്ഡ്. ഇത് മോച്ച പോപ്പ് എന്ന് പറയുന്ന BR02 എന്ന് പറയുന്ന ഷെയ്ഡാട്ടോ. എൻ്റെ സ്കിൻ ടോണിന് ഉള്ള ആൾക്കാർക്ക് ഉറപ്പായിട്ട് ഇത് ചേരും. അടിപൊളി ഷെയ്ഡാണ്. കണ്ടോ, ചേരുന്നില്ലേ? ഓക്കെ, ഇനി നമുക്കുള്ളത് പൊട്ടാട്ടോ. പൊട്ട് ഞാൻ സെപ്പറേറ്റ് വാങ്ങാറില്ല, ഐലൈനർ വെച്ചാണ് പൊട്ട് ചെയ്യാറുള്ളത്. ഐലൈനർ വെച്ച് തന്നെ പൊട്ടിട്ട് കൊടുക്കാം. ഇത്രയും മതി, ധാരാളം മതി. ഇനി നമുക്ക് മുടിയും കൂടെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സംഭവം കഴിഞ്ഞു. ഞാൻ ആക്ച്വലി മേളിലത്തെ റൂമിലാണ് ഇരിക്കുന്നത്. ഫാൻ ഇടാൻ പറ്റത്തില്ല. ഫാൻ ഇട്ടാൽ ഞാൻ പറയുന്നത് ഒരു വകയും കേൾക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഫാൻ ഓഫ് ചെയ്തിട്ടിരിക്കുന്നുണ്ട്. നല്ല രീതിക്ക് ഞാൻ വേർക്കുന്നുണ്ട്. അപ്പോൾ വേഗം തന്നെ നമുക്ക് മുടിയും കൂടെ സെറ്റ് ചെയ്ത് മേക്കപ്പ് കംപ്ലീറ്റ് ചെയ്തിട്ട് ബാക്കി പരിപാടികളിലോട്ട് കടക്കാം. സോ മുടി ഓക്കെ. സോ മേക്കപ്പ് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് അത്തറും കൂടെ ചെയ്തിട്ട് മേക്കപ്പ് ക്ലോസ് ചെയ്യാം. ഇനി നമുക്ക് ഫുഡ് കഴിക്കണം. ഫുഡ് കഴിച്ച് ഉടനെ തന്നെ ഇറങ്ങണം. ഉച്ചയ്ക്ക് 1 മണിയാണ് സമയം. 1 മണിക്കാണ് നമ്മൾ തിരുവനന്തപുരം വരെ പോകാനായിട്ട് പോകുന്നത്. തിരുവനന്തപുരം അല്ല, പാളയത്താണ് നമുക്ക് പോകാനുള്ളത്. അപ്പോൾ ഈ സൂര്യൻ്റെ കൂടെ മല്ലിട്ട് വേണം നമ്മൾ പോകാനുള്ളത്. നട്ടുച്ചയ്ക്ക് പോകുന്നത് എനിക്ക് തീരെ താല്പര്യമില്ലാത്ത പരിപാടിയാണ്. പക്ഷെ അത്യാവശ്യ കാര്യമായി പോകാണ്ടിരിക്കാനും പറ്റത്തില്ല. അപ്പോൾ നമുക്ക് പോകുന്നതിൻ്റെയും അവിടത്തേക്ക് വിശേഷങ്ങളൊക്കെ കണ്ടിട്ട് വരാം. വേഗം തന്നെ ലഞ്ചൊക്കെ കഴിച്ച് ഒരുവിധം ഞാൻ പുറത്തിറങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ പോകാനായിട്ട് ഇറങ്ങാം. വെയിലെന്ന് പറയുന്നത് ചുട്ടുപൊള്ളുന്ന വെയിലാട്ടോ. എന്നാലും ഞാൻ കോട്ടും കണ്ണാടിയൊക്കെ വെച്ച് തന്നെയാണ് പോകുന്നത്. അയ്യോ, പോകുന്ന വഴിക്ക് വെയിലടിച്ച് നല്ല രീതിക്ക് കരിഞ്ഞു പോകുന്നു തന്നെ വിചാരിച്ചു. അമ്മാതിരി വെയിലായിരുന്നു. അങ്ങനെ നമ്മൾ പാളയത്ത് ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അടുത്തുള്ള കേരള മ്യൂസിയത്തിൽ പോകാനായിട്ടാട്ടോ ഇറങ്ങിയിട്ടുള്ളത്. അങ്ങനെ നമ്മൾ നേരെ കേരള മ്യൂസിയത്തിലോട്ട് കയറി. ഞാനിവിടെ 2023 ഒരു ഇൻറ്റേൺഷിപ്പ് ചെയ്യാനായിട്ടാട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ആ ഒരു സമയത്തുണ്ടായിരുന്ന കുറേ പേരെയൊക്കെ അന്ന് കാണാനായിട്ടൊക്കെ പറ്റി. ഒരു 2 വർഷത്തിനൊക്കെ ശേഷമൊക്കെ
ആദ്യമായിട്ടോ അവരെയൊക്കെ കാണുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ച് നേരം നിന്ന് അവരോടൊക്കെ സംസാരിച്ച് ആ ഒരു കാര്യമൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് അവിടെ നിന്ന് ഒരു ലഡുവൊക്കെ കൂടെ കിട്ടി. അങ്ങനെ ലഡു എല്ലാം കഴിച്ചതിന് ശേഷം നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് ലോഡഡ് എന്ന് പറയുന്ന ഒരു കടയിലാട്ടോ കയറിയിട്ടുള്ള. മെനുവിൽ ഒത്തിരി സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ലോഡഡ് ഫ്രൈസും ഐസ്ഡ് ടീയും ആട്ടോ പറഞ്ഞത്. ഐസ്ഡ് ടീ ഞാൻ ആദ്യമായിട്ട് ട്രൈ ചെയ്യുന്ന സംഭവമായിരുന്നു. എനിക്കതിൻ്റെ ടേസ്റ്റ് അത്ര കണ്ടങ്ങ് ഇഷ്ടപ്പെട്ടിട്ടില്ല, കുഴപ്പമില്ല എന്നേ ഉള്ളൂ. പിന്നെ നമ്മൾ ലോഡഡ് ഫ്രൈസും കൂടെ പറഞ്ഞിട്ടുണ്ട്. ലോഡഡ് ഫ്രൈസിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അറ്റ് ലാസ്റ്റ് നമ്മുടെ ലോഡഡ് ഫ്രൈസ് വന്നിട്ടുണ്ട്. ഇത് നമ്മൾ സ്മോൾ ആട്ടോ പറഞ്ഞിട്ടുള്ളത്. സ്മോൾ ആയതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ച് ക്വാണ്ടിറ്റി മതി. അങ്ങനെ ഇത് എനിക്ക് ഓൾമോസ്റ്റ് ഓക്കെ ആയിട്ടുള്ളൊരു ക്വാണ്ടിറ്റി ആയിരുന്നു. അങ്ങനെ അത് ഫുള്ള് ഞാൻ കഴിച്ച് തീർത്തിട്ടുണ്ട്. അങ്ങനെ അതെല്ലാം കഴിച്ചതിന് ശേഷം നമ്മൾ നേരെ തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട്. സോ സമയം ഇപ്പം 7 മണിയായിട്ടുണ്ട്. 1 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയായിരുന്നു, ഇപ്പോഴാണ് എത്തിയത് എല്ലാ ആവശ്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട്. നമ്മളിന്ന് കേരളം മ്യൂസിയത്തിൽ പോയിരുന്നു കേട്ടോ. നമ്മുടെ നേപ്പിയർ മ്യൂസിയം ആൻഡ് സൂ ഒക്കെ ഉണ്ടല്ലോ, ആ സൂവിന് ഓപ്പോസിറ്റ് ആയിട്ട് ഒരു കേരളം മ്യൂസിയം ഉണ്ട്. കേരളത്തിൽ കംപ്ലീറ്റ് ആയിട്ട് മ്യൂസിയംസ് ചെയ്യുന്നത് കേരളം മ്യൂസിയം ആണ്. അപ്പൊ അവിടെ പോവേണ്ട ഒരു കുട്ടി ആവശ്യം ഉണ്ടായിരുന്നു. അങ്ങനെ അവിടെ പോയി. അവിടെ അതിനുള്ളിലും ഒരു മ്യൂസിയം ഉണ്ട് കേട്ടോ. പക്ഷെ ഇന്ന് തിങ്കളാഴ്ച ആയതുകൊണ്ടും മ്യൂസിയം ലീവ് ആയതുകൊണ്ടും അതിനകത്തുള്ള കാര്യങ്ങളൊന്നും കാണിക്കാനായിട്ട് പറ്റിയില്ല. എന്നെ സംബന്ധിച്ച് എനിക്ക് ഒത്തിരി മെമ്മറീസ് ഉള്ള ഒരു സ്ഥലം കൂടിയാട്ടോ ഇത്. 2023 ഒരു ഇന്റേൺഷിപ്പ് ചെയ്യാനായിട്ടാണ് ഞാൻ ആദ്യമായിട്ട് അവിടെ പോകുന്നത്. 6 മാസത്തെ ഒരു ഇന്റേൺഷിപ്പ്. 6 മാസം എന്ന് പറയുന്നത് ഒത്തിരി മെമ്മറീസ് ഉള്ള ഒരു 6 മാസമാണ്. പല പല മ്യൂസിയത്തെ പറ്റിയിട്ട് മാത്രമല്ല, ഫ്രണ്ട്ഷിപ്പിന്റെ കേസിലാണെങ്കിലും നല്ല ഒത്തിരി ഫ്രണ്ട്സിനെയും കിട്ടി. അതുപോലെ തന്നെ പല വെറൈറ്റി മ്യൂസിയംസ് കാണാനായിട്ട് പറ്റി. മ്യൂസിയം എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റി. അതും പോരാഞ്ഞിട്ട് ചരിത്രത്തെ പറ്റി കുറേ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനൊക്കെ പറ്റിയത് ആ ഒരു 6 മാസത്തെ ഇന്റേൺഷിപ്പിലൂടെ ആയിരുന്നു. അതിനുശേഷം എനിക്ക് തോന്നുന്നു 1-2 വട്ടമൊക്കെ ഞാൻ അവിടെ പോയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് ഒന്ന് പോകുന്ന, വലിയ മാറ്റമൊന്നുമില്ല. നമ്മുടെ ടൂറിസം ഡിപ്പാർട്ട്മെന്റിന്റെ ഒക്കെ അടുത്തായിട്ടാണ് ഈ ഒരു മ്യൂസിയം കൂടെ ഇരിക്കുന്നത്. സോ അവിടെ ഇന്ന് പോവേണ്ടതുണ്ടായിരുന്നു. നല്ലൊരു എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഞാൻ പ്രതീക്ഷിച്ചത് നമ്മളിന്നൊരു 3-4 മണിയാകുമ്പോൾ വീട്ടിൽ എത്തുമെന്നാണ്. പക്ഷേ ചില സാഹചര്യങ്ങൾ കാരണം ആ ഒരു സമയത്ത് നമ്മൾ എത്തിയിട്ടില്ല. ഇപ്പൊ എന്തായാലും 7 മണിയായി. രാവിലെ നമ്മൾ കുറച്ച് തുണിയൊക്കെ കുതിർത്ത് വെച്ചിട്ടായിരുന്നു പോവാനൊക്കെ ഇറങ്ങിയത്. അത് ഒരു കണക്കായി കാണും. അതിനെ ഇനി ഒന്ന് വാഷ് ചെയ്ത് റെഡിയാക്കി എടുക്കണം. അത് കഴിഞ്ഞാൽ ഇനി ഫുഡൊന്നും കഴിക്കാനായിട്ട് നിൽക്കുന്നില്ല. ലോഡഡ് ഫ്രൈസ് ഒക്കെ നല്ല രീതിക്ക് കഴിച്ച് വയറൊക്കെ നല്ല ഫില്ലായിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇനി ഫുഡ് കഴിക്കാനായിട്ടൊന്നും നിൽക്കുന്നില്ല. എനിക്ക് തോന്നുന്നു നമുക്ക് ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം. കാരണം രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഇത്രയും ബിസി ആയിട്ടുള്ള ഒരു ഡേ ആദ്യമായിട്ട്, അതും ആഴ്ചയിൽ ഒരിക്കൽ കിട്ടുന്ന ഒരു മൺഡേ ആണ്. ഞങ്ങളെ സംബന്ധിച്ച് മൺഡേ ആണ് ഞങ്ങളുടെ സൺഡേ. സോ ആ ഒരു ദിവസം ഫുൾ ബിസി ആയിട്ട് എന്നെ തീർന്നു. ഇന്ന് കുറെ കാര്യങ്ങൾ ചെയ്യണം, വീഡിയോസിൽ കാണിക്കണം എന്നൊക്കെ വിചാരിച്ചത്. പക്ഷേ തിരക്ക് കാരണം അതൊന്നും പറ്റിയില്ല. ഈ വീഡിയോയിൽ വലിയ കണ്ടന്റ് ഒന്നും ഇല്ലാന്ന് എനിക്കും അറിയാം. എന്തായാലും ഞാൻ ഈ ഒരു വീഡിയോ പോസ്റ്റ് ഇവിടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ഞാനിനി ആ പോയ ഒരു തുണിയെല്ലാം വാഷ് ചെയ്തിട്ട് കുളിച്ച് ഫ്രഷായി ഒന്ന് കുറച്ചു നേരം ഇരിക്കട്ടെ. ഓടി തളർന്നൊരു പരുവായിട്ടിരിക്കുകയാണ്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഈ ഒരാഴ്ചത്തെ കുട്ടി കുട്ടി വിശേഷങ്ങൾ. നമുക്കിനി അടുത്ത ആഴ്ച മറ്റൊരു പുതിയ വീഡിയോയും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് കാണാം കേട്ടോ. ടാറ്റാ.